നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വാങ്ങിക്കാൻ പോലും ഇവിടെ കാശ് തകരുന്നില്ല. അതിന്റെ എന്താണോ മുഖത്ത് കണ്ണില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്. കുട്ടി മിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞൂടെ? താനും കൊണ്ടും കൊള്ളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ താൻ എന്ത് ചെയ്യും? താൻ 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 തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പുറം കൊണ്ടിരിച്ചല്ലേ? മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. സ്കൗണ്ടർ. താൻ എന്താ വിളിച്ചേ? സ്കൗണ്ടറിനോ? സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. സ്കൗണ്ടർ എന്ന് വെച്ചാൽ തെണ്ടിയത്. തെണ്ടിന്നല്ലേ? ശരി, അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത്. ഇനി സെന്റിമെന്റ്. അവള് വീണത് തന്നെ. ഓ, അയാൾ തിരിച്ചടിച്ചിട്ടെങ്കിൽ നീ നാറിപ്പോയേനെ. ചിലപ്പോ നാറിപ്പോകുമായിരുന്നു. എല്ലാവരും എന്താ ഇവിടെ? പുതിയ MD 10 മണിക്ക് എത്തുന്ന ഫോൺ ഉണ്ടായിരുന്നു. ഓ, എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഓ, ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. വണ്ടി കേടായി, ഞാനൊന്ന് ചെളി വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വരൂ സാർ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയും മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ആട്ടുന്നുപ്പാണേലും ഈ പ്യൂണിന്റെ പണി കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ?